സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നലെ രാവിലെ മുതൽ സുപ്രീം കോടതിയിൽ വഖഫ് ബില്ലിന്മേൽ വളരെ പ്രധാനപ്പെട്ട ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിയമവിദഗ്ധർ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ ഇതിന്മേൽ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുമെന്നായിരുന്നു. സുപ്രീം കോടതിയിൽ വഖഫ് ബില്ലിന്മേൽ ഇന്നലെ നടന്ന നാടകീയമായ ഹിയറിംഗിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും നമുക്ക് വ്യക്തമായി അനലൈസ് ചെയ്യാം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ചിലാണ് വഖഫ് ബില്ലിന്മേലുള്ള ഹിയറിംഗ് നടന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള ഈ ബെഞ്ചിൽ അദ്ദേഹത്തോടൊപ്പം ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങളിൽ ആക്ഷൻ ലീഡ് ചെയ്തത് കപിൽ സിബൽ ആയിരുന്നു. ഈ ബില്ലിന്റെ 3 പ്രൊവിഷൻസിലാണ് സുപ്രീം കോടതി വാദം കേൾക്കുന്നത്. ഒന്ന്, വഖഫ് ബൈ യൂസർ, അതായത് മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമി വഖഫായി തുടരുന്നത്. 2, മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് കൗൺസിലേക്കും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലേക്കും നിയമിക്കുന്നത്. 3, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പ്രോപ്പർട്ടികൾ വഖഫ് അല്ല എന്ന് തീരുമാനിക്കാം എന്നുള്ളത്. കോടതിയിൽ നിന്ന് ഇതിന് തീർപ്പാകുന്നതുവരെ ഈ 3 കാര്യങ്ങളിൽ യാതൊരു നടപടികളും ഉണ്ടാവുകയില്ല എന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകി. ഈ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമായി പറഞ്ഞത് വളരെ വ്യക്തമായ ഭരണഘടനാ ലംഘനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കോടതിക്ക് ഇടപെടാൻ ആവൂ. കാരണം പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണെന്നാണ് ഡീഫോൾട്ടായി അനുമാനിക്കുന്നത് എന്നാണ്. അതായത് ഒരു ഇടക്കാല വിധി ഉണ്ടാകണമെങ്കിൽ വളരെ വ്യക്തമായ ശക്തമായ ഭരണഘടനാ ലംഘനം ഉണ്ടായിരിക്കണം എന്ന്. കോടതി ആരംഭിച്ചപ്പോൾ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ബെഞ്ചിനെ അറിയിച്ചത് ഈ പരിഗണനയ്ക്ക് വച്ചിരിക്കുന്ന 3 വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മറുപടി സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ എതിർക്കുന്നവർ ഈ 3 കാര്യങ്ങൾക്ക് പുറമെ മറ്റ് പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അപേക്ഷ ഈ 3 കാര്യങ്ങളിൽ മേൽ മാത്രമായി ഈ വാദം ഒതുക്കണമെന്നാണ്. എന്നാൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും ഇതിനെ ശക്തമായി എതിർത്തു. അഭിഷേക് മനു സിംഗ്വി പറഞ്ഞത് ആദ്യം കേസ് പരിഗണിച്ച CJI സഞ്ജീവ് ഖന്ന ഈ കേസ് മുഴുവനും കേട്ട് ഏതൊക്കെ കാര്യത്തിലാണ് ഇടക്കാല വിധി അനുവദിക്കേണ്ടതെന്ന് തീരുമാനിക്കാം എന്നതാണ്. അതിനാൽ ഈ 3 കാര്യങ്ങളിൽ മാത്രമായി വാദം ഒതുക്കണം എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ചില ക്ലോസുകളിൽ മാത്രമായുള്ള ഒരു ഹിയറിംഗ് അനുവദിക്കരുത്. പൂർണ്ണമായി ആക്ഷേപമുള്ള എല്ലാ വിഷയങ്ങളും പരിഗണിക്കണം. ഹർജിക്കാർക്ക് വേണ്ടി വാദം തുടങ്ങിയ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ തന്റെ വാദം തുടങ്ങിയത് അവർക്ക് പ്രഥമ ദൃഷ്ട്യാ വളരെ ശക്തമായ ഒരു കേസ് ഉണ്ട് എന്നും ഈ ബില്ലിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയാൽ ഒരിക്കലും പരിഹരിക്കാനാവാത്ത ശാശ്വതമായ മുറിവുകൾ ഉണ്ടാവുമെന്നും പറഞ്ഞാണ്. അദ്ദേഹം ഈ ബില്ല് കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയ സംശയം പ്രകടിപ്പിച്ചു. അദ്ദേഹം വാദിച്ചത് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വഖഫ് പ്രോപ്പർട്ടികൾ ശരിയായ നടപടിക്രമം കൂടാതെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ 5 വർഷം ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് പ്രോപ്പർട്ടി നൽകാൻ സാധിക്കൂ എന്നുള്ള വിവാദപരമായ ക്ലോസിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഞാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എന്റെ പ്രോപ്പർട്ടി ദാനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് തെളിയിക്കേണ്ടി വരും ഞാൻ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ നിലവിൽ വഖഫായ പ്രോപ്പർട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ വഖഫ് സ്റ്റാറ്റസ് നഷ്ടപ്പെടുവാൻ ഈ നിയമം കാരണമാവും എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പുതിയ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തോ സ്വകാര്യ വ്യക്തികളോ നിലവിൽ വഖഫായ ഒരു പ്രോപ്പർട്ടിക്കെതിരെ പരാതി സമർപ്പിച്ചാൽ ആ പ്രോപ്പർട്ടി വഖഫ് അല്ലാതായി മാറും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് ഓഫീസർക്ക് ഇതിൽ തീരുമാനം എടുക്കുകയും അങ്ങനെ സ്വന്തം കേസിൽ വിധി പറയുകയും ചെയ്യാവുന്ന അവസ്ഥയാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ ആവില്ല. പിന്നീട് അദ്ദേഹം ഊന്നി പറഞ്ഞത് വഖഫ് പ്രോപ്പർട്ടികൾ വ്യക്തികൾ ദാനം ചെയ്ത പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അതിനെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയായി പരിഗണിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടികളാണ് ഈ നിയമം വഴി പിടിച്ചെടുക്കാവുന്ന അവസ്ഥയിലാവുന്നത്. അദ്ദേഹം തുടർന്ന് വിശദീകരിച്ചു. അമ്പലങ്ങളെ പോലെ മോസ്കുകൾക്ക് ഡൊണേഷൻ ലഭിക്കാറില്ല. അതുപോലെ മോസ്കുകൾക്ക് സർക്കാരിൽ നിന്ന് പണവും ലഭിക്കാറില്ല. ഭരണഘടന അനുസരിച്ച് മതസ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാരിന് സാധിക്കില്ല. മോസ്കുകളുടെ മെയിൻ്റനൻസിന് സർക്കാരിന് ധനസഹായം നൽകാൻ കഴിയില്ല. അതുപോലെ സംസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അതിനാൽ ആളുകൾ അവരുടെ അവസാന കാലത്ത്
അവരുടെ പ്രോപ്പർട്ടികൾ വഖഫ് ആയി ദാനം ചെയ്യും. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു ദർഗകൾക്ക് വരെ സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭിക്കാറുണ്ട് എന്ന്. അപ്പോൾ സിബൽ താൻ മോസ്കുകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വിയും കപിൽ സിബൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഊന്നി പറഞ്ഞു. അതുപോലെ തന്നെ 2013 ശേഷം വഖഫ് പ്രോപ്പർട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഗവൺമെന്റിന്റെ വാദങ്ങളെ എതിർക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് വഖഫ് പോർട്ടൽ നിലവിൽ വന്നതിന് ശേഷം അതിൽ ചേർത്ത പ്രോപ്പർട്ടികളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് 2013 ശേഷം വഖഫായ പ്രോപ്പർട്ടികളിൽ വർധനവുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, ബോധ്ഗയയുടെ കാര്യം എങ്ങനെയാണ്? അതിന്റെ ഭരണസമിതിയിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണോ? അപ്പോൾ കപിൽ സിബൽ മറുപടി പറഞ്ഞത്, അങ്ങ് ഇത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിന് കാരണം അത് ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ഒരുമിച്ചുള്ള ആരാധനാ സ്ഥലമാണ്. ബോധ്ഗയ ആക്ടിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള ഹർജിയിന്മേൽ നടന്ന പ്രധാന വാദങ്ങൾ. ഇതിന്മേലുള്ള ഹിയറിംഗ് ഇന്നും തുടരുന്നതാണ്. അതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഇവർക്ക് ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത വ്യക്തമായി സുപ്രീം കോടതിയിൽ വിവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ മോദി സർക്കാരിന് ആശ്വാസകരമായിരിക്കില്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താങ്ക് യു.